സുന്നി യുവന സംഘത്തിൻ്റെ നേതാക്കളെ, വിശിഷ്ട അതിഥികളെ, ഈ സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തിയിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു ക്ഷമാപണത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ ക്ഷണിച്ചതും വരാമെന്ന് ഏറ്റതും മാർച്ച് 1 തീയതി ഞായറാഴ്ച 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിലായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് പരിപാടിയിൽ ചില മാറ്റങ്ങൾ വന്ന് എനിക്ക് 1 തീയതി മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് വരാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കത് വളരെയേറെ അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാലും എല്ലാ വർഷവും നിങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങൾ വിളിക്കും, കഴിയുന്നത്ര സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്നെ ക്ഷണിക്കുകയും ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തതിന് ശേഷം വരാതിരിക്കുന്ന ഒരു സാഹചര്യം, അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സമ്മേളനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഭാഗവാക്കാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇന്ന് ഇവിടെ എത്തിയത്. നിങ്ങൾക്കതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളുടെ ഈ സമ്മേളനം 60ാം സമ്മേളനത്തിന്റെ ആ സമ്മേളനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനത്തിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നിങ്ങളുടെ സംഘടനയുടെ ശേഷിയും അച്ചടക്കവും സംഘടനാ ബലവുമെല്ലാം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പല യോഗങ്ങളിലും പങ്കെടുത്ത അവസരങ്ങളിൽ എനിക്കത് നേരിട്ട് ഞാൻ കണ്ടതും ബോധ്യമായതുമാണ്. അംഗസംഖ്യയേക്കാൾ പങ്കെടുക്കുന്ന ആ ജനാവലിയേക്കാൾ എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഈ നിങ്ങൾ കാട്ടുന്ന വലിയ അച്ചടക്കമാണ്. ഇത്രയധികം ആളുകൾ കൂടിയിട്ടും കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ തികഞ്ഞ അച്ചടക്ക ബോധത്തോടു കൂടിയിട്ടുള്ള ആ പ്രവർത്തന ശൈലി, അത് ഒരു മാതൃകയാണ്. മറ്റ് സംഘടനകൾക്കും ഒക്കെ ഏറ്റവും പ്രചോദനം നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അംഗസംഖ്യ കൊണ്ടും സംഘടനാ പാടവം കൊണ്ടും അച്ചടക്കം കൊണ്ടുമെല്ലാം പ്രത്യേകതകൾ നേടിയിട്ടുള്ള നിങ്ങളുടെ സംഘടന 60ാം വാർഷികം കൊണ്ടാടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഭാവുകങ്ങൾ നേരാൻ ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ രാജ്യം വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ളൊരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആ പാരമ്പര്യം അത് സഹിഷ്ണുതയുടെയും വിശാല മനോഭാവത്തിന്റെയുമാണ്. അത് മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര മതേതരത്വമാണ്. നമ്മുടെ ശക്തി സമുദായ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അതിനെ വെല്ലുവിളിക്കുന്ന ചില ശബ്ദങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ന് നമ്മുടെ രാജ്യത്തുയർന്നു വരുന്നുണ്ട്. അത്
ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. അവിടെ നമുക്ക് ഏറ്റവും അധികം ശക്തി പകരുന്നത് ഇതുപോലുള്ള തെറ്റായ പ്രവണതകളെ എല്ലാ വിഭാഗക്കാരും ഒന്നിച്ചു നിന്നാണ് എതിർക്കുന്നത്. വിഭാഗീയതയ്ക്കെതിരെ നമ്മുടെ രാജ്യത്തുയരുന്ന ശബ്ദം വിഭാഗീയതയുടേതല്ല, വിഭാഗീയതയ്ക്ക് അതീതമായി നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നാണ് അതിനെ ചെറുക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ശക്തി. മതേതരത്വത്തിന്റെ പ്രതീകം അതാണ്. അപ്പോൾ ഇന്ന് ചില താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി, സങ്കുചിതമായ താല്പര്യത്തിനു വേണ്ടി ഇതുപോലെ ഉയർത്തുന്ന ശബ്ദം, ഉയർത്തുന്ന സമീപനം, അതിനെതിരെ ശക്തമായി പോരാടുവാൻ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി നിന്നുകൊണ്ട് തന്നെ ഈ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ആ പൈതൃകം, പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞയെടുക്കേണ്ട അവസരത്തിലാണ് നിങ്ങളുടെ ഈ സമ്മേളനം നടക്കുന്നത്. നിശ്ചയമായും എല്ലാവരും യോജിക്കുന്ന ഈ ഒരാശയം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അധികം ശക്തി പകരുന്ന ഈ ആശയം ഉയർത്തിപ്പിടിക്കാൻ ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.